എല്ലാവരും അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനിൽ മിറർ ഫോർമുല അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മാഗ്നിഫിക്കേഷനെ കൂടെ അറിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് അറിയണം. കാരണം അതുകൂടെ ക്ലബ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടാവാറ്. അതായത് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് എന്ന് ചോദിക്കും, അതിന്റെ കൂടെ അതിന്റെ നേച്ചർ, ഇമേജിന്റെ നേച്ചറും കൂടെ പൊസിഷനും ഒക്കെ കൂടെ ചോദിക്കും. അപ്പൊ ആ നേച്ചർ അറിയണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ സൈസിനെ കുറിച്ചും കൂടെ അവർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾക്ക് എന്തും കൂടെ വേണം, മാഗ്നിഫിക്കേഷനും കൂടെ അറിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റിന് വെച്ചു അല്ലെ? അപ്പൊ ഒബ്ജക്റ്റിന് വെച്ചപ്പോ നമുക്ക് ഇമേജ് കിട്ടി. അത് ചിലപ്പോ എന്തായിരിക്കും, വലിയ ഇമേജ് ആയിരിക്കും, ചിലപ്പോ അത് കുറച്ച് ചെറിയ ഇമേജ് ആയിരിക്കും. അപ്പോ നമ്മൾ വെച്ച ഒബ്ജക്റ്റിന്റെ സൈസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. നമുക്ക് കിട്ടിയ ഇമേജ് വലുതാണോ ചെറുതാണോ അതോ സെയിം സൈസ് തന്നെയാണോ, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, മാഗ്നിഫിക്കേഷൻ. Actually, it is the ratio between height of the image to the height of the object. So, what is the equation for magnification? Magnification equation M is equal to HI by HO. So, what is HI? HI is the height of the object. Okay, and for a mirror, we have the equation minus V by U എന്നാണ് നമ്മൾ പറയുന്നത്. So, this is the മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. ഓക്കെ, സോ ഇതില് HI എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ആൻഡ് വി ഓൾറെഡി വി നോ വാട്ട് ഇറ്റ് ഈസ്. വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, അതായത് നമ്മുടെ പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. യു എന്താ, നമ്മുടെ പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇതാണ് മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതില് നമ്മൾ പ്രോബ്ലം സെക്ഷനിൽ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ എമ്മിന് മാഗ്നിഫിക്കേഷന് ഇവിടെ അതിന്റെ സൈനും അതേപോലെ അതിന്റെ വാല്യൂ മീൻസ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ള മാഗ്നിറ്റ്യൂഡ് കൂടെ വരാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അത് ചിലപ്പോൾ പ്ലസ് ആവാം, ചിലപ്പോൾ മൈനസ് ആവാം. പ്ലസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് നിവർന്നതാണോ അതോ തലതിരിഞ്ഞതാണോ എന്ന് പറയുന്നതാണ് എന്ത്, ഈ പ്ലസും മൈനസും. ഇഫ് ഇറ്റ് ഈസ് പ്ലസ് നമുക്ക് അത് പറയാം അതൊരു ഇറക്റ്റ് ഇമേജ് ആണെന്ന് പറയാം. എന്താ പറയാ, ഇറക്റ്റ് ഇമേജ്. പ്ലസ് ആണെങ്കിൽ എന്താ മക്കളെ നമ്മൾ പറയേണ്ടത്, അതൊരു ഇറക്റ്റ് ഇമേജ് ആണെന്ന്. മൈനസ് ആണെങ്കിൽ നമ്മൾക്ക് അത് എന്ത് പറയാം, അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് പറയാം. ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇറക്റ്റ് ഇമേജിന്റെ ഒപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ അതെന്താണ്, അത് വിർച്വൽ ഇമേജ് ആണ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇറക്റ്റ് ഇമേജ്. നമ്മൾ ഫിസിക്സിൽ നിവർന്ന പ്രതിബിംബങ്ങളെ ഒക്കെ നമ്മൾ എന്താ പറയാ, റിയൽ ആയിട്ടല്ല പറയാ അല്ലെ, മിഥ്യയായിട്ടാണ് പറയാറ്. സോ നിവർന്ന ഇറക്റ്റായ ഇമേജിനെ നമ്മൾ എന്താ പറയാ മക്കളെ, അത് വിർച്വൽ ആണ്. സോ ഇവിടെ ഇറക്റ്റ് ആൻഡ് വിർച്വൽ ആണ്, ഇറക്റ്റ് ആൻഡ് വിർച്വൽ. ഓക്കെ, വാട്ട് ഈസ് ഇൻവേർട്ടഡ്? അപ്പൊ നമ്മള് നിവർന്നതിനെ ഒന്നും നമ്മൾ റിയൽ പറയില്ല. അപ്പൊ പിന്നെ തല തിരിഞ്ഞതിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മള് റിയൽ എന്ന് പറയാ. എന്താ നമ്മൾ ഫിസിക്സുകാരുടെ ഇതല്ലേ? സോ ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിരിക്കും. ഓക്കെ, നേച്ചർ കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ഈ സൈന് നോക്കുന്നത് എന്തിനാ മക്കളെ, സൈന് നോക്കുന്നത് അതിന്റെ നേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നിവർന്നതാണോ തലതിരിഞ്ഞതാണോ, അത് തലതിരിഞ്ഞതാണെങ്കിൽ അത് റിയൽ ആണെന്ന് നമുക്കറിയാം, നിവർന്നതാണെങ്കിൽ അതെന്താണ്, അത് മിഥ്യയാണ് എന്ന് നമുക്കറിയാം, വിർച്വൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷന്റെ സൈന് വാല്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ സൈൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട് അല്ലെ? അതായത് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ പോസിറ്റീവ് വരുമ്പം നമ്മൾക്ക് എന്താണ്, ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുന്നത്. അതെന്താണ്, വിർച്വൽ. ഇറക്റ്റ് വിർച്വൽ ഇവരെന്താണ്, ഇവരൊരു പെയറാണ്, ഇവരൊരു കപ്പിൾസ് ആണെന്ന് വിചാരിക്കാം. സോ ഇറക്റ്റ് എവിടെയുണ്ടോ അതിന് നമ്മൾ എന്താ പറയുക, വിർച്വൽ. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിവർന്ന പ്രതിബിംബം എന്നാണ് അല്ലെ? നിവർന്ന പ്രതിബിംബത്തിന് നമ്മൾ എന്താ പറയാ, റിയൽ ഇമേജ് ആയിട്ട് പറയോ, യഥാർത്ഥ ഇമേജ് ആയിട്ട് പറയോ, ഇല്ല. അതിന് നമ്മൾ മിഥ്യയായിട്ടാണ് പറയാ, അതായത് വിർച്വൽ ആയിട്ടാണ് പറയാ. ഇറക്റ്റ്, വിർച്വൽ, അല്ലെങ്കിൽ നമുക്ക് അത് മലയാളത്തിൽ എന്താ പറയാ, നിവർന്നത്, മിഥ്യാ പ്രതിബിംബം.
ഇനി നെഗറ്റീവ് ആണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഇൻവേർട്ടഡ്, തല തിരിഞ്ഞത്, റിയൽ, യഥാർത്ഥം ആയിട്ടുള്ള ഇമേജ് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി, അതിന്റെ വാല്യൂ കിട്ടി. അപ്പൊ വാല്യൂ കിട്ടുന്നത്, ആ വാല്യൂ മാത്രം, സൈൻ ഇല്ലാതെ വാല്യൂ മാത്രം നമ്മൾ നോക്കുമ്പോൾ അത് ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഇമേജ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ചെറിയ ഇമേജ് ആണ്, നമ്മൾ വെച്ച ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് ആണ് നമുക്ക് കിട്ടിയെന്ന് പറയാം. ഓക്കെ, m ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അപ്പൊ എന്താ പറയാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, എൻലാർജ്ഡ് ഇമേജ്, നമ്മൾ വെച്ച ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആണ് നമുക്ക് കിട്ടിയെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ m ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ പറയാ, സെയിം സൈസ് ആണ് അല്ലെ, നമ്മൾ വെച്ച ഒബ്ജക്റ്റിന്റെ അതേ സൈസ് ആണ് നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഒരു ഇത് ചെയ്തപ്പോ മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്, -2 ആണല്ലോ, അപ്പൊ അത് 1നേക്കാൾ ചെറിയ വാല്യൂ ആണ്, കാരണം നെഗറ്റീവ് വന്ന ചെറുതാണ് എന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. പക്ഷെ അതല്ല, അങ്ങനെ നോക്കരുത്. നമ്മൾ മൈനസിനെ ഇതിന്റെ കൂടെ കൂട്ടി നോക്കരുത്, അങ്ങനെയല്ല വാല്യൂ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ, സൈന്, വാല്യൂ. അതില് സൈനിന് വേറെ കാര്യങ്ങള് ആൻഡ് ആ വാല്യൂവിന്, മാഗ്നിറ്റ്യൂഡിന് വേറെ കാര്യങ്ങൾ. അതപ്പൊ മിസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. m ഈക്വൽ ടു -2 ആണെങ്കിൽ ഇവിടുത്തെ സൈൻ എത്ര മക്കളെ, മൈനസ് അല്ലേ. മൈനസ് ആണെങ്കിൽ എന്താണ് മിസ് പറഞ്ഞത്, അത് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആണ്, അതായത് തല തിരിഞ്ഞതും റിയൽ, യഥാർത്ഥമായിട്ടുള്ള ഇമേജും ആണ്. ഓക്കെ, ആൻഡ് 2 പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ, ആ വാല്യൂവിനെ മാത്രം നോക്കണം. -2 എന്ന് കമ്പയർ ചെയ്ത് നോക്കരുത്, ആ വാല്യൂവിനെ മാത്രമായിട്ട് നോക്കണം. 2 എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലുതാണോ ചെറുതാണോ, ഒന്നിനേക്കാളും വലുതാണ് 2. അപ്പൊ എന്താ വരിക, എൻലാർജ്ഡ് ഇമേജ് ആണ് വരിക. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം. മാഗ്നിഫിക്കേഷൻ m ഈക്വൽ ടു -1, m ഈക്വൽ ടു 1, m ഈക്വൽ ടു 3. ഈ 3 ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇടുക. ആരെങ്കിലും നമ്മുടെ മക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാ, ഈ 3 അത് എന്താണ്, എൻലാർജ്ഡ് ഇമേജ് ആണോ, റിയൽ ആണോ, വിർച്വൽ ആണോ, അതിന്റെ സൈസ് ഡിമിനിഷ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇതിൽ നമ്മൾ മാഗ്നിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ലൈറ്റ് ചാപ്റ്ററിന്റെ മിറർ ഇക്വേഷൻ പറഞ്ഞു, അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മാഗ്നിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പ്രോബ്ലവും നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, ആ പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് അത് എഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ബൈ. എല്ലാവരും നന്നായിട്ട് ഇതെല്ലാം ചെയ്ത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.